വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ഒരു സിനിമ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ സ്വന്തം മലയാള സിനിമയിൽ നിരവധി താരങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പല മേഖലകളിലേക്ക് സാറിൻ്റെതായ വേദികൾ ഉറപ്പിക്കാൻ വേണ്ടി സാറ് പറഞ്ഞു വിട്ട കുറേ താരങ്ങളുണ്ട് ഇവിടെ. ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മലയാളത്തിന്റെ സ്വന്തം, മലയാളത്തിന് മാത്രമല്ല നമ്മൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്, ഹിന്ദിയിൽ ഒരു സിനിമ, തമിഴിൽ ഒരു സിനിമ ഒക്കെ നമ്മൾ സാറിന് മനസ്സിലായി ആരെയാണെന്ന്. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ സ്വന്തം തമിൽ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചോളം ഈ ദിവസത്തിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഏകദേശം ഒരു 4.5 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. ഞാൻ സംവിധായകനായിട്ട് 38 വർഷമായി. എൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സാങ്കേതിക പ്രവർത്തകർ, അതുപോലെ അഭിനേതാക്കൾ, മലയാള സിനിമയിലെ കുലപതികളായിട്ടുള്ള എല്ലാവരെയും വെച്ച് സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഈ 38 വർഷത്തിനിടയിൽ 48 സിനിമകൾ, 48ാമത്തെ സിനിമയാണ് വിവേകാനന്ദൻ വൈറലായി. എന്നെക്കാളും സീനിയറായിട്ടുള്ള സിബിയെ പോലുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതിനേക്കാളും കൂടി സിനിമ ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. പുതിയ കാലത്തിൽ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒരു പടം ചെയ്തിട്ട് 1-2 വർഷം, 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നവർ, പല കാരണങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സമയത്ത് തന്നെ സിനിമ കുറച്ചു കാലം മറന്നുപോയി എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്ന് പോലും മറന്നുപോയി എന്നുള്ളത് സത്യമാണ്. ആ ഗ്യാപ്പിൽ മലയാള സിനിമ മുഴുവൻ മാറി. ഇതിനിടയിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയൊക്കെ അടച്ചു പൂട്ടപ്പെട്ടു. അതിനുശേഷം OTT പ്ലാറ്റ്ഫോം വന്നു. സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ വിപണിയും എല്ലാം മാറി. സിനിമ പുതിയൊരു ഇതിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഇത് കഴിഞ്ഞിട്ട് 2021 ഡിസംബർ 31 അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നത്. അതിനുശേഷം 2022 മുതൽ വീട്ടിൽ വന്നിരുന്നു ബ്ലാങ്ക് ആയിപ്പോയി കുറച്ച് നാൾ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സിനിമകൾ കാണാൻ എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കാണും, മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളൊക്കെ കാണാം. സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ സ്വഭാവം മാറുന്നു. സിനിമയുടെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, സിനിമാറ്റിക് ലാംഗ്വേജ് മൊത്തം മാറിയിട്ടുണ്ട്. അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, അവരുടെയൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമ മാറുകയും മനോഹരമായ സിനിമകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കുറേ കാലം എന്നെ അലട്ടിയിരുന്നു. പലതരം സിനിമകളെ കുറിച്ച് ആലോചിച്ചു. ഒന്നും സാധിക്കുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി. അത് നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ നടൻ അഭിനയിക്കേണ്ടതാണ്, ഞാൻ പേരോട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി കുറേ നാൾ കാത്തിരുന്നു. കുറച്ച് കിടപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട്. ഡോൾവിനും ജിനും എബ്രഹാമും ഇരിക്കുന്നുണ്ട്. അതായിരുന്നു സത്യത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന സിനിമ. ഇതിനിടയിലാണ് ഈ ഒരു ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അതിനും തിരക്കഥ എഴുതിയ ഞാനാണ്. ഈ ഒരു ബ്ലോക്കാവുന്ന അവസ്ഥയിലാണ് ആ തിരക്കഥ എഴുതുന്നത്. പൂർത്തിയാവുന്ന അങ്ങനെ ജിനുവിനോടും ഡോൾവിനോടും ആ സ്ക്രിപ്റ്റ് പറയുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നു. അത് സിനിമയാകാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് ഈ സബ്ജക്റ്റ് പെട്ടെന്ന് ഇങ്ങനൊരു കഥയെക്കുറിച്ച് ആലോചിക്കുന്നു. പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള, ഒരുപക്ഷെ ഇപ്പോൾ പറയേണ്ട ഒരു കഥയാണ്. പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ വിവേകാനന്ദൻ എന്ന് തോന്നി. ആ കഥാപാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ തെളിഞ്ഞത്. ഈ ബ്ലോക്കായ സമയത്തൊക്കെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സത്യത്തിൽ എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയാണ്, പിന്നെ എൻ്റെ മക്കള്, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു ഗ്യാങ്ങിലൂടെ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. എല്ലാവരും എല്ലാ സിനിമയ്ക്കും വരുന്നതാണ്. അവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിനെ ശരിക്കും പറഞ്ഞാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത 1-2 പേരെ പറ്റി പറയാതിരിക്കാൻ പറ്റും. ഒന്ന് ആസ്മിൻ അഷ്റഫാണ്. അഷ്റഫ്ക്കാരെ സംബന്ധിച്ചോളം ഇവർക്ക് എൻ്റെ സഹപ്രവർത്തകർക്ക് അറിയാവുന്ന ഒരാളാണ്. അത് ഈ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. പിന്നെ ഒന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, KR സുനിൽ എന്നുണ്ട്. സുനിലാണ് മിക്കവാറും ദിവസങ്ങൾ എൻ്റെ അടുത്ത് വരെ ഞാൻ കഥകൾ സുനിലിനോട് സംസാരിക്കാം. അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥ പൂർണ്ണമായ രൂപത്തിലേക്ക് വരികയും തിരക്കഥ എഴുതാൻ എനിക്ക് അധികം ദിവസങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ് ഞാൻ ഷൈൻ. അപ്പം എൻ്റെ മനസ്സിൽ വിവേകാനന്ദനായിട്ട് വേറെ ആരെയും പെട്ടെന്ന് വന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം കുഞ്ചാക്കോ പോലും അഭിനയിക്കില്ല എന്ന് ഉറപ്പാണ്. ചാക്കോൻ്റെ അടുത്ത് ക്യാരക്ടറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോ എന്നെ എപ്പോൾ ഓടിച്ചിടുമെന്ന് ചോദിച്ചാൽ മതി. പിന്നെയുള്ള ഒരു സൗബിനാണ്. സൗബിൻ ഡയറക്ഷനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഒരുപാട് ഹീറോസ് ഉണ്ട്. നമുക്കറിയാലോ ഇവിടെ മലയാളത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ഉണ്ട്. ആരുടെ അടുത്ത് ഡേറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരത്തിൽ റോൾ അഭിനയിക്കില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ എനിക്ക് ആകെ വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നീ ഇത് അഭിനയിക്കുന്നു എന്ന് പറയാൻ ഒരാളുള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. അപ്പൊ ഷൈനോട് ഞാനിതൊന്നും പറയേണ്ടി വന്നില്ല. ഷൈൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, ഷൈനെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പ്ലാൻ ചെയ്തോളൂ, ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഏത് പടമുണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് വരാമെന്ന്. ആ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എന്നെ പെട്ടെന്ന് അതിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടായതാണ്. അപ്പോൾ നിർമ്മാതാവ് ഒരു പ്രശ്നമാണ് സാറേ, പഴയ മാതിരിയല്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമ ഏത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിർമ്മാതാക്കളേക്ക്. കാലം മാറുന്നതിനനുസരിച്ച് സിനിമ നമുക്കുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല ഇവിടുത്തെ വിഷയം, അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നു എന്നുള്ളതൊന്നുമില്ല. കാരണം ഇപ്പോൾ താരത്തിന് ഡേറ്റ് കിട്ടി എല്ലാം ഓക്കെ ആയാൽ മാത്രമേ നിർമ്മാതാവ് ധൈര്യമായിട്ട് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഷൈൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതുപോലെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഗിരീഷ് കൊടുങ്ങല്ലൂർ, പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഗിരീഷാണ് സാറേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം എല്ലാതുണ്ട്, ഞാൻ ഒരു എൻ്റെ ഒരു പാർട്ടിയുണ്ട്, നമുക്ക് അവരായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നസീബും ഷെല്ലിരാജും എൻ്റെ അടുത്ത് വരുന്നത്, പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും വരുന്നത്. അവർ ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ തിയേറ്ററാണ്, എന്ത് പടമായാലും കുഴപ്പമില്ല സാർ, കമൽ സാറിൻ്റെ ഒരു പടം ചെയ്യണം, അത്രമാത്രം ഞങ്ങൾക്കുള്ളൂ, സാറ് പറയുന്ന പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോഴേക്കും സ്ക്രിപ്റ്റ് തീർന്നു, പക്ഷേ അതിൻ്റെ ഡേറ്റ് ഓക്കെ. പിന്നെ ഗ്രേസ് ആൻ്റണി, സോസിയ, മരീന, യോണി, ഇവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. ബാക്കി ക്യാരക്ടേഴ്സ് ഞാൻ മനസ്സിൽ ഈ തിരക്കഥയിൽ ഉദ്ദേശിച്ചത് ആരെയാണ് അവരൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. കാരണം ഞാൻ ഈ തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങൾക്ക് ഇന്നാളെന്ന് പറഞ്ഞ് എഴുതൂലേ, അതിൽ നിന്ന് ഒരാൾ പോലും പിന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവരെ തന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ പല സിനിമകൾക്ക് സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, പല കാരണങ്ങളാൽ അവരുടെ ഡേറ്റും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ അത് മാറാറുണ്ട്. അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ടെക്നീഷ്യൻസ് എന്ന് പറയും. ഞാനപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ട ക്യാമറാമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സുമാർ, മനോജ് പിള്ള, വിളകൾ എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ പുതിയ കാലത്തിൻ്റെ അനുസരിച്ച് പുതിയ ക്യാമറാമാരെ പരീക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പ്രകാശ് ആണ് എൻ്റെ ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിരുന്നത്. പ്രകാശ് അതിലൂടെ വിശ്വസിക്കുന്നത്. രഞ്ജനാണ് എഡിറ്റർ, രഞ്ജൻ വന്നിട്ടില്ല. മ്യൂസിക് ബിജി ബാലു, ബിജി ഞാനുകൂടി ആമിയൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഈ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ബിജി അല്ലാണ്ട് വേറെ ആളാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് ആലോചിക്കാൻ പറ്റില്ല. ഹരിനാരായണൻ ലിറിക്സ് എഴുതുന്നു, ബാക്കി എല്ലാ സാങ്കേതിക പ്രവർത്തകരും, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇതുപോലെ സത്യത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത മറ്റൊരാളെന്നുള്ള ബഷീർ കാഞ്ഞങ്ങാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. ഈ ഗിരീഷിനോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് വരികയും സാറങ്ങൾക്ക് കൊടുത്തേ തുടങ്ങണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഊർജ്ജം പകർന്നുകൊണ്ടിരുന്ന വ്യക്തികളാണ്, അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ സിനിമ സംഭവിക്കുന്നത്. ഒരു മഴക്കാലത്താണ് തുടങ്ങുന്നത്, നമ്മൾ ജൂൺ 15-നാണ് ഇത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറുടെ ഇത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ എവിടെ പോയാലും എന്നെ മഴ പിന്തുടരാറുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം ഏത് മഴക്കാലമല്ലാത്ത വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്താലും എൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മഴ പെയ്യും. അത് ഉറപ്പണേ. ലാലു കൂടി ഇരിക്കുന്നുണ്ട്, ലാലു ഉണ്ട്, ഒരു ആഷിഖ്, എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ട്, ബാക്കി ജിത്തു ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും പേര് പറയില്ല, ഇനിയും പറയേണ്ട സമയമുണ്ട്. സലീം പടിയത്ത്, ഹരീഷ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൂടി ഒരു കഥ മാത്രമാണ്, ചെറിയൊരിതാണ്. ഗ്രാമഫോൺ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹംപിയിൽ ഒരു പാട്ടെടുക്കാൻ പോയി. ഹംപിയിൽ അവിടെ ചെന്ന് സുരേഷ് കൊല്ലോണ് അവിടെ ആർട്ട് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. സലീം പടിയത്തൊക്കെ ലൊക്കേഷൻ കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നാട്ടുകാർ പറഞ്ഞത്ര ഇവിടെ 2 വർഷമായിട്ട് മഴയെ പെയ്തിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ സോങ് എടുക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഗ്രൂപ്പ്, ദിലീപും നവ്യ നായരും ഒക്കെ ആയിട്ടുള്ള പാട്ട് എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ്. ഞാൻ ചെന്നിറങ്ങി രാവിലെ സോങ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ആ നാട്ടുകാർ ഞെട്ടിപ്പോയി. 2 വർഷം കഴിഞ്ഞിട്ട് മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്യുന്നതാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഈ പടം ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യുന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറിനടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 35 ദിവസം കൊണ്ട് പടം തീർക്കാൻ എടുത്ത് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്, കാരണം പുതിയ തലമുറയൊന്നും അത്ര പെട്ടെന്ന് ഷൂട്ടിംഗ് തീർക്കാറില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ശീലം വെച്ച് നമ്മൾ 35 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ മഴ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, മഴ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. മഴ ഉണ്ടായിട്ട് 33 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. അതിനും എല്ലാവരോടും എല്ലാ ടെക്നീഷ്യൻസിനോടും എന്താ പറയുക ആർട്ടിസ്റ്റോടും അതിൻ്റെ നന്ദി എനിക്ക് പറയണം. പടം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം തീർന്നിട്ട് മാത്രമേ ഇത് ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. സിനിമ ആദ്യം ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷം ലിസ്റ്റിനെയാണ് ആദ്യം കാണിക്കുന്നത്, വേറെ ആരും കാണിച്ചില്ല. ലിസ്റ്റ് കണ്ട ഉടനെ, പടം കണ്ട ഉടനെ എന്നെ വിളിച്ചു, പടം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും കൂടെയുണ്ടെന്ന് പറഞ്ഞു. ലിസ്റ്റിൽ ഞങ്ങളുടെ ശക്തിയായിട്ട് കൂടെയുണ്ട്. ലിസ്റ്റിനെ ഞാൻ വലിയൊരു ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ എന്നോടൊപ്പം സഹകരിച്ച് എനിക്ക് വേണ്ടി വന്ന എല്ലാ ആൾക്കാരും, ഇന്നിവിടെ വന്ന ഒരുപാട് ഗസ്റ്റുണ്ട്. സിബി, എൻ്റെ സഹപ്രവർത്തനായിട്ട് സിബി, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സഞ്ചാരം ഒരുമിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നു. സിബിൻ്റെ വേദിയിൽ ചാക്കോച്ചൻ എനിക്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ പിന്നെ ചാക്കോച്ചനായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ലാലു, ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല, വീണ്ടും ഇനി പറയേണ്ടതുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സംഘടനകളുടെ ഭാരവാഹികൾ, സ്വാമി എസ് എൻ സ്വാമി അടക്കമുള്ള എല്ലാ ആൾക്കാരും കൂടെ ഉണ്ട്.
എല്ലാവരും ഇവിടെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. നിർമ്മാതാക്കൾ പുതിയ ആൾക്കാരാണ്, അവരുടെ ടെൻഷനോടുള്ള അവർ സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ വന്നത്. കാരണം അവർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ല, നമുക്കറിയാലോ. അവരുടെ വലിയ സപ്പോർട്ട് തന്നെയാണ്. ബാക്കി എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പഴയകാല കഥകളും അതുപോലെ തന്നെ ഓർമ്മയും ഒക്കെ നമുക്ക് സമ്മാനിച്ചു. സാറിന്റെ എല്ലാ സിനിമകളിലും നമുക്കറിയാം പാട്ടുകൾ കൊണ്ട് പാട്ടുകളുടെ ഒരു പൂക്കാലം തന്നെ നമുക്ക് വേണ്ടി തീർത്തു തന്നിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഒരു പാട്ടുകളുടെ ഒരു പൂക്കാലം തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കൊന്ന് സാറിനോടൊപ്പം കൂടെ നിന്ന ആ രണ്ടുപേരെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബിജുബാലയുടെ ആദരപൂർവ്വം വേദി. ഇല്ലെങ്കിൽ സാറ് അത്രയും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സാറാണ്. അപ്പം എന്തായാലും നല്ല പാട്ടുകൾ ഉണ്ടാവും. നല്ല കൈയടി കൊടുത്തുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ എഴുത്തിൽ നിന്നും തന്നെ തുടങ്ങാം. കാരണം ഹരിയേട്ടാ എന്തായാലും ഈ ട്യൂണിനാണ് എഴുതിയത്, ട്യൂണും തുടങ്ങുന്നതാണ്. അപ്പൊ ബിജുബാലായിട്ടോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ ട്രെയിലറിലും ഒക്കെ നമ്മൾ ചെറുതായിട്ട് കേട്ടു. ഇനി അത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. ബിജുബാലേട്ടാ, എല്ലാവർക്കും നമസ്കാരം. ഗുരുതുല്യരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. കമൽ സാറിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയാണ് വർക്ക് ചെയ്യുന്നത്. ലാലുവേട്ടൻ്റെ ആദ്യത്തെ സിനിമ അറബിക്കഥ എനിക്ക് തന്നത്. അറബിക്കഥ കഴിഞ്ഞ് അടുത്ത കോള് കമൽ സാറിൻ്റെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ആഷിക്കുണ്ട്. ഈ കമൽ സാറ് ലാലുവേട്ടനും ആഷിക്കും ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ പ്രസിദ്ധി സാറ് ഇവരെ എനിക്ക് കിട്ടിയിട്ടുള്ള പേഴ്സണലി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രെസ്സോ പ്രഷറോ ഉണ്ടാവാറില്ല. ഹരിയായിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് നല്ല പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല പാട്ടൊന്നും ഞാൻ നല്ല പാട്ടേ ചെയ്യുമെന്ന് അർത്ഥത്തിലല്ല പറഞ്ഞത്. എനിക്ക് പേഴ്സണലി നല്ലതെന്ന് തോന്നുന്ന പാട്ടുകൾ അനുകമ്പാപൂർവമാണ് കേൾക്കാറ് അവർ. കറക്ഷൻസ് അവർക്ക് തോന്നുന്ന കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കാരണസഹിതം തിരുത്താൻ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് തരുന്ന ഒരുപാട് ക്രിയേറ്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഊർജം തരാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല പാട്ടുകൾ ചെയ്യാൻ സഹായിക്കാറുണ്ട്. നല്ല പാട്ടുകൾ ഈ പൂക്കാലം എന്ന് പറഞ്ഞ ഈ പൂക്കാലം പോലുള്ള പാട്ടുകളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമയ്ക്ക് ചേരുന്ന ഈ പേര് സൂചിപ്പിക്കുന്നത് വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു വൈബുണ്ട്. അത് ആ സിനിമയ്ക്ക് വേണ്ട 2 പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. ഹരി നല്ലോണം എഴുതിയിട്ടുണ്ട്. അതുപോലെ സൂരജ് സന്തോഷും സിത്താരയുമാണ് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഓരോ സോളോസ്. അവർ രണ്ടുപേരും ഇന്ന് തിരക്കാരന് വന്നില്ല. എന്തായാലും കമൽ സാറിന് എൻ്റെ സന്തോഷവും നന്ദിയും പറയാണ്. ശരിക്ക് അവരുടെ രണ്ടുപേരുടെ അഭാവത്തിൽ ബിജുബാലേട്ടൻ ആ പാട്ട് പാടേണ്ടി വരും ഇവിടെ ഉറപ്പായിട്ടും. അല്ല, കേൾക്കേണ്ടി വരില്ലേ? ഒരു 4 പേര് കേൾക്കേണ്ടി വരില്ലേ? കണ്ടേ? പുതിയ പാട്ടുകൾ അങ്ങനെ വേദിയിൽ പാടുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അത് പാടി അതിൻ്റെ ഒരു ഭംഗി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല ഉറപ്പായിട്ടും. അത് റെക്കോർഡ് ചെയ്ത വേർഷൻ നിങ്ങൾ കേട്ട് അത് വിലയിരുത്താം. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നമ്മൾ സന്തോഷം. അല്ല, എല്ലാവർക്കും വലിയ നമസ്കാരം. സിബ് സാറിനെ പോലെ സാം സാറിനെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലാൽജോസ് സാറിനെ പോലെ. കമൽ സാറിൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ കമൽ സാറിൻ്റെ കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടല്ല എഴുതിയത്. കമ്പോസിങ്ങൊക്കെ ഫോണിലായിരുന്നു. അപ്പം അന്ന് ഇനി ഒരിക്കലും ഒരുമിച്ച് ചെയ്യാമെന്ന് സാറ് പറഞ്ഞിരുന്നു. അത് ഈ സിനിമയിൽ സംഭവിച്ചു. വിജയേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടെ സ്ട്രെസ് ഇല്ലാതെ കമൽ സാറിൻ്റെയും വിജയേട്ടനും കൂടി വിജയേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്ത 2 പാട്ടുകളാണ്. നല്ല പാട്ടുകളാണെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ സന്തോഷം. എന്തായാലും ആ പ്രതീക്ഷ തെറ്റാതെ തന്നെ നമ്മൾ അതിൻ്റെ ഒഫീഷ്യലായ നിമിഷത്തിലേക്ക് തന്നെ കടക്കാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി ഇവിടെ എത്തിച്ചേർന്ന, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ചാക്കോച്ചനെ ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട എന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ വേണമെങ്കിലും അഭിസംബോധന ചെയ്യാം. സ്വന്തം കുടുംബത്തിലെ ഒരു സ്വന്തം മോനെ സാറ് വിളിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ സ്വന്തം, നമ്മുടെ സ്വന്തം, ഇന്നിവിടെ ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്ന മലയാളികളുടെ സ്വന്തം
ചാക്കോച്ചനെ, കുഞ്ചാക്കോ ബോബനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കയ്യടിയോടെ, നല്ല കയ്യടിയോടെ കേൾക്കണം നമ്മൾ. കാരണം വിവേകാനന്ദൻ വൈറലാവുന്നതാണ്. സാറിന്റെ രഹസ്യം ചെവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിൻ്റെ 2024 തുടക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫംഗ്ഷന് വരാൻ സാധിക്കുന്നത്. അത് കമൽ സാറിൻ്റെ പടമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഈ വേദിയിൽ ആദ്യം തന്നെ പങ്കിടുകയാണ്. പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ്. ഷൈൻ ഒരു നടനായിട്ട് മാറുമ്പോൾ എനിക്കൊന്ന് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് 100ാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ 10-27 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ 103ാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ സെക്കൻഡ് വെച്ച് ഇനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും, അതും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് എൻ്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ലാലു ആണെങ്കിലും സിബി സാറാണെങ്കിലും ആഷിഖ്, ലിസ്റ്റിൻ, ആൽവിൻ, ആന്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സുഖേട്ടനുണ്ടോ ഇവിടെ? ഹലോ മാൻ. സുഖേട്ടൻ, ഹരീഷ്, അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടും അസോസിയേറ്റ്സ് ആയിട്ടും വന്ന ആൾക്കാർ, അവരുടെ കൂടെ അവർ സ്വതന്ത്ര സംവിധായകരായപ്പോൾ അവരുടെ കൂടെ സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളും കഥാപാത്രങ്ങൾ നൽകി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകാനന്ദ വൈറലാൽ എന്നുള്ള ഈ വേദി ഉപയോഗിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ, സിനിമകളുടെ ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിൻ്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു എൻ്റെ ക്രൂ. ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന, എന്നെയും സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. റീനയുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. സ്വാസിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ, ഓഡിയൻസിൻ്റെ ഹൃദയങ്ങളിൽ വൈറലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചിക്കോച്ച. അപ്പം നമ്മുടെ ഈ ചിത്രത്തിന്റെ 2 പ്രൊഡ്യൂസേഴ്സിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നസീബിക്കയും അതുപോലെ തന്നെ ഷെൽഡേ സാറിനെ 2 പേരെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇന്ന് ഈ ചടങ്ങിൽ മലയാള സിനിമയിലെ നമ്മുടെ സംഘടനയിലെ പ്രമുഖരായ വ്യക്തികളെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ ഞാനൊന്ന് വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ, നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, ഫിഫ്കയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സിബി മലയിൽ സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് BR ജേക്കബ് സാറിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രസിഡന്റ് ആൻഡ് പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ ഓഡിയോ റൈറ്റ്സും ഒക്കെ സ്വന്തമാക്കി മറ്റൊരു സൂപ്പർ ഹിറ്റ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിയോക് സംഘടനയുടെ ട്രഷറർ, കവിതാ തിയേറ്ററിന്റെ ഉടമ കൂടിയായ സാജു സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കയ്യടി കൊടുക്കാം, അവർക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കണം. നമ്മുടെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമ്മൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ആൽവിൻ ആന്റണിയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മറ്റൊരു നിർമ്മാതാവ് ബാബു ഷാഹിറിനെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടി എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം തിരക്കഥാകൃത്ത് SN സ്വാമി സാറിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ട് നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും കൂടാതെ റൈറ്റേഴ്സ് യൂണിയന്റെ സെക്രട്ടറി കൂടിയായ നമ്മുടെ ജിനു എബ്രാഹിമിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ജനറൽ സെക്രട്ടറി ഷിബു കുറ്റിമൂടിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം ഇത്രയും മനോഹരമായ ഈ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങ് നമ്മുടെ ഇവിടെ
വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ചിത്രത്തിലെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലെ താരങ്ങളെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ഒഫീഷ്യലായിട്ട് പിന്നെയാണ് ക്ഷണിക്കുന്നത്. സാറ് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുന്നു. ജോൺ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ചേച്ചി, കാരണം ഇത്രയും വലിയൊരു ചടങ്ങ് ഈ സിനിമയിൽ അഭിനയിച്ച, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവരും ഒന്നിച്ച് ഇരിക്കണം. കുറച്ച് ഇവിടെ ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ചാക്കോച്ചൻ ഈ ചിത്രം ഏറ്റെടുത്ത നമ്മുടെ ലിസ്റ്റിൻ ചേട്ടന് അത് സമർപ്പിക്കുകയാണ്. അത് നൽകുന്നതിന് ചാക്കോച്ചനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഡിസ്ട്രിബ്യൂട്ടറുമായ വിവേകാനന്ദനെ സ്വന്തം കയ്യിലേക്ക് സ്വീകരിക്കാൻ പോകുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് ടീമാണ് അത് ഏറ്റെടുക്കാൻ പോകുന്നത്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വിവേകാനന്ദൻ വൈറലാകുന്ന ഈ നിമിഷത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ഇതിൽ പങ്കാളികളാകാം. നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കാളികളാകാം. എല്ലാവരും ഒന്നിച്ച് നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു നിമിഷം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിത് സ്ക്രീനിൽ കാണും. എല്ലാ വിശിഷ്ട അതിഥികളും നമുക്ക് ചെയറുകളിലേക്ക് തന്നെ ഇരിക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിവിടെ നമ്മുടെ ഈ പാട്ടുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. പക്ഷെ നമ്മളോട് ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം മാജിക് ഫ്രെയിംസ് എല്ലാം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെയധികം സന്തോഷം. ഞാൻ ഈ കമൽ സാറ് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടതാണ്. കമൽ സാർ ഇന്നുവരെ ചെയ്യാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാറ് തിരഞ്ഞെടുത്തേക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കുണ്ട്. വളരെയധികം സന്തോഷം. ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക സന്തോഷം അറിയിക്കുകയാണ്. ഇനി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ലിസൺ സർ. നമ്മളോട് ആശംസ നേരുന്നതിന് വേണ്ടി എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. സത്യം പറഞ്ഞാൽ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്രയും മഹത് വ്യക്തികളുടെ മുമ്പിൽ ആദ്യമായിട്ടാണ്. ആക്ച്വലി ഐ എം ഫ്രം ലക്ഷദ്വീപ്. അവർ ഔദ്യോഗികമായിട്ട് അധികം സംസാരിച്ച് പരിചയമില്ല. ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷനുമാണ്. ഫസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ കമൽ സാർ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറുടെ ഡയറക്ടറായിട്ട് കിട്ടിയാന്ന് മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. സത്യം പറഞ്ഞാൽ നെർവസാണ്, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. എനിവേ, ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ വർഷത്തിൽ 2 പ്രാവശ്യമാണ് മെയിനായിട്ട് വരിക. വെക്കേഷൻ ടൈമിൽ വാപ്പയ്ക്ക് അവിടെ ജനറൽ സ്റ്റോറാണ്. അപ്പോൾ അങ്ങനെ വർഷത്തിൽ വരുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന്, അവിടെ തിയേറ്ററുകളില്ല, കാരണം ലിമിറ്റഡ് പോപ്പുലേഷനാണ്. അപ്പോൾ തിയേറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള റവന്യൂ കിട്ടില്ല. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ +2 പഠിക്കുന്ന ടൈമിലത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ ഹോട്ടൽസും കുറവാണ്. അപ്പോൾ പൊറോട്ട കഴിക്കാനും സിനിമ കാണാൻ വേണ്ടിയാണ് കൊച്ചിയിലേക്ക് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തിയേറ്ററുകളില്ലാത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ കമൽ സാർ എന്ന ലെജൻഡറി ഡയറക്ടറിനെ കിട്ടാന്ന് വെച്ചാൽ അത് മഹാഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ ഷെല്ലി ചേട്ടൻ, ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു മർച്ചൻ്റ് നേവിയിൽ, ഖത്തർ ഓഫ് ഷോറിലായിരുന്നു. അപ്പോൾ ഷെല്ലി ചേട്ടനാണ് എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് വെച്ചാൽ എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, സീനിയർ ഡയറക്ടേഴ്സ്, അതുപോലെ സ്റ്റാർസ്, ടെക്നിക്കൽ ക്രൂസ്, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. I would like to invite you all on the behalf of Nadiyat Production
എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എൻ്റെ ഉമ്മയും വാപ്പയായിരിക്കും. അവർ രണ്ടുപേരും ഇവിടെ ഇല്ല, അവർ ലക്ഷദ്വീപിലാണ്. അപ്പോൾ എന്തായാലും റിലീസിൻ്റെ ടൈമിൽ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷിപ്പ് കിട്ടാണെങ്കിൽ അവർ വരും. പിന്നെ അതുപോലെ നമ്മുടെ സംഘടനകൾ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുണ്ട്, സിനിമാ മേഖലയിലുള്ള എല്ലാ സംഘടനകളും. അപ്പോൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു വെരി മച്ച്. പിന്നെ അതുപോലെ ലിസ്റ്റൻ സാർ, ഞാൻ അയാളുടെ ഒരു ബിഗ് ഫാനും കൂടിയാണ്. അയാളുടെ ഇൻ്റർവ്യൂസ് ഒരുപാട് കാണാറുണ്ട്. ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷന് എടുത്തിരിക്കുന്ന ലിസ്റ്റൻ സാറാണ്. അപ്പോൾ ലിസ്റ്റൻ സാറിനോട് ഒരുപാട് താങ്ക് യു. അതുപോലെ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ഈ സിനിമയിലേക്ക് ചെയ്യുന്ന ഷൈൻ ബ്രോ, അതുപോലെ എല്ലാവരെയും ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലിസ്റ്റ് നീണ്ടുപോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പോകുന്നില്ല. എനിവേ താങ്ക് യു. നെർവസ് ആയതുകൊണ്ടാണ് അധികം സംസാരിക്കാതെ കേട്ടോ. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു. വസീം സാർ താങ്ക് യു. പ്രത്യേകിച്ച് സാർ ടെൻഷൻ അടിക്കേണ്ട, കാരണം ലിസ്റ്റിൻ സാർ തൊട്ട സിനിമ ഒന്നും 100 കഴിയാണ്ടിരുന്നിട്ടില്ല. പേടിക്കേണ്ട. അതുകൊണ്ട് അത്രയും ഐശ്വര്യമുള്ള ആളാണ്. എല്ലാ സിനിമകളും ഹിറ്റാണ്, നോ ടെൻഷൻ. പിന്നെ എനിക്ക് സപ്പോർട്ട് ആണ് എൻ്റെ വൈഫും, അതുപോലെ എൻ്റെ ഫാമിലി, നടിത് ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് കമൽ സാർ, സുരേഷ് സാർ, എല്ലാവരും താങ്ക് യു. ആൻഡ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു, ഒഫീഷ്യലി വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സാർ, രണ്ടുപേർക്കും താങ്ക് യു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഹസൻ സ്വാമി സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സൗഹൃദ സംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഒരുപാട് പേരുടെ സന്തോഷവും ചിരിയും മറ്റും കാണാനിടയായപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കമല് സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ പരിചയമുള്ള സുഹൃത്താണ് കമല്. അദ്ദേഹം സൈദ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങളായി സംഘടനാപരമായി അല്ലാതെ ഇല്ല. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാർ ഇന്നും തിളങ്ങി നിൽക്കുന്നുണ്ട്, നടന്മാരായിട്ടും അതുപോലെ തന്നെ ഡയറക്ടർമാരായിട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കി ഹാൻഡാണ് കമൽ. തൊട്ടതൊക്കെ ഈ ചിത്രവും സംശയം വേണ്ട ലക്കിയാണ്. ഇറ്റ് വിൽ ബി എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ചിത്രമായിരിക്കും ഇത്. എല്ലാവർക്കും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി നമ്മൾ ഈ ചിത്രത്തിലെ ആദ്യത്തെ ലിറിക്കൽ വീഡിയോ നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഹരിനാരായണനും അതുപോലെ ബിജുപാലും കമൽ സാറും ചേർന്ന് നമുക്ക് സമ്മാനിക്കുന്ന ആ ഗാനം ഒന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം 1-2 വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ സ്റ്റേജിൽ വിളിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും റെപ്യൂട്ടഡ് ആയ പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, എൻ്റെ മഹാഭാഗ്യം. താങ്ക് യു കമൽ സർ എന്നെ ഈ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തതിന്. മഹിമ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ഇത്രയും അച്ചടി ഭാഷ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ആ കാസർഗോഡ് ഭാഷ മതി. എന്നെ എല്ലാവരും കളിയാക്കി എയറിൽ നിർത്തിയേക്കോ. ഞങ്ങൾക്ക് എയറാണ് വേണ്ടത്. വേണ്ടേ? ആ കാസർഗോഡ് ഭാഷ കേൾക്കണം. കയ്യടി കൊടുക്കുക, കേൾക്കണ്ടേ മഹിമ? ആ കാസർഗോഡ് ഭാഷയിൽ ഇത് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെല്ലണ്ടേ? എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിന് കമൽ സാറിന് കുറെ നന്ദി ഉണ്ടാവേ. വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ അതിന്റെ ട്രെയിലർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര പാങ്ങുണ്ടാവേ സാറേ. കാണുമ്പോ എനിക്ക് എന്താന്ന് അറിയോ, ഭയങ്കര മജ്ജയാണത് കാണുമ്പോ. സിനിമന്റെ പേര് കണക്കന്നെ സിനിമ വന്നിട്ട് ഭയങ്കര വൈറലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ. പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് വിശ്വാസം. സ്വാസിക എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നു. എനിക്ക് കുറേ നാളായിട്ട് അറിയോ സ്വാസിക. എൻ്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോള്.
ജോക്ക് നന്നായിട്ട് വരണമെന്ന് ഞാൻ വിശ്വാക്കുന്നവേ. ഷൈൻ ചേട്ടൻ്റെ കൂടെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചിന്. ഞങ്ങൾ കുറേ ദിവസം അഭിനയിച്ചിന് ആ പടത്തിൽ. ഷൈൻ ചേട്ടൻ കുറേ മേലെ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വാക്കുന്നവേ. പിന്നെ എനിക്ക് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് എല്ലാവരെയും അറിയില്ലല്ലോ. ഞാനിപ്പല്ലല്ലോ മലയാളത്തിൽ അഭിനയിക്കാൻ സ്റ്റാർട്ടാക്കിയത്. അതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ വിശ്വാക്കുന്നത്. ശരിക്കും മഹിമ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാവുന്ന വേറൊരാളോട് ഇരിപ്പുണ്ട്. ഇരിക്കുന്നു ഉണ്ണിച്ചേട്ടൻ. ഒരു കയ്യടി കൊടുക്കുക. കറക്റ്റ് കാസർഗോഡ് ഭാഷ. അവർ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് കേൾക്കാം പെട്ടെന്ന്. ചുരുങ്ങിയ സമയം വേഗം കൊടുക്കും. അത് കാസർഗോഡ് കാറ്റിക്കാട്. അഖിലേഷേട്ടൻ നല്ല പേര്. അഖിലേഷേട്ടൻ. അതെ, അഖിലേഷേട്ടനാണ്. അപ്പൊ കടികൂട്ടി പിന്നെ പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അറിയുന്നില്ല. ഞാൻ ചെറുപ്പത്തൂരാണ്. നല്ലോണം അറിയാം. എന്റെ അമ്മ ഉണ്ടല്ലോ, എന്റെ അമ്മ ചെറുപ്പത്തൂര്. എന്റെ വീട്ടിലെ തൊട്ടപ്പോ എന്റെ ചേച്ചീന്റെ എന്റെ ചേച്ചി ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയി പോയത് കുഴപ്പമുണ്ട്. പെട്ടെന്ന് എറണാകുളംകാരായ ഒരു സംശയം. പെട്ടെന്ന് വിളിച്ചോണ്ട് പോകും. അറിയാം, ബേബസ് നടിയല്ലേ. ഒരു കൈ കൊടുക്കുക എന്തായാലും. ഇതില് അപ്പൊ നമ്മൾ നമ്മുടെ ആ ഒഫീഷ്യലായ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ലിറിക്കൽ വീഡിയോ സ്ക്രീനിലേക്ക് ഇങ്ങോട്ട് നിൽക്കുക. നേരെ അവിടെ പ്ലേ ചെയ്യാം. അവിടെ റെഡിയല്ലേ? കുറച്ച് അവിടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്ത മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായിക ഗ്രേസ് ആന്റണി. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ വിവേകാനന്ദനിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് സാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവസരമാണ്. ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും, ചിലർ നമ്മളെ തേടി വരും. പക്ഷെ നമ്മളെ തേടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന ആഗ്രഹമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. മഹേഷ് ചേട്ടനെ പേടിപ്പിച്ച പോലെ. ആരെ? മഹേഷ് ചേട്ടനെ മെച്ചപ്പെടുത്തല്. അത് ഷമ്മിയായിരുന്നു. ഷമ്മീനെ പേടിപ്പിച്ച പോലെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ? ഷൈനെ പേടിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? തിരിച്ചിങ്ങോട്ടാണ് പേടിപ്പിക്കുന്നത്. എന്നാലും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സന്തോഷം, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് പേടിപ്പിക്കുന്നുണ്ടോ, തിരിച്ചാണോ അങ്ങോട്ടാണോ, ഷമീനെ പേടിപ്പിച്ച പോലെ ഇവിടെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന വിവേകാനന്ദന്റെ മറ്റൊരു നായിക സ്വാസികയെ ഞാൻ ആ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാസികയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നെ നോക്കണ്ട, അങ്ങോട്ട് വിവേകാനന്ദൻ നോക്കിയാൽ മതി. പറയട്ടെ? പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ 8ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം, സിനിമ നടിയാവണമെന്ന് ആ ഒരു സമയം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഡയറക്ടറാണ് കമൽ സർ. സാറിൻ്റെ സിനിമയിലെ കുറേ ക്യാരക്ടേഴ്സ്, ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിലെ പാട്ടുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ലാൽജു സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഗ്രാമഫോണിൽ മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിനെ ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലാൽജു സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ, അപ്പോൾ കമൽ സാർ കാണും, കണ്ടിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാർ വിളിച്ചത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ. ഗ്രേസ്, മറീന, സ്മിനു ചേച്ചി, നല്ല ജോണി ചേട്ടൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
ആൻഡ് 2023 എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 2024 ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ, സൗബിൻ, എല്ലാവർക്കും ഇവിടെ വന്നതിൽ എൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ആഷിഖ് സർ, ലിസ്റ്റിൻ സർ, സ്വാമി സർ, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ സാസിക്ക് മറ്റൊരു ഭാഗ്യം കൂടെ കിട്ടാൻ പോവാണ്. കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യനും ഒരേ സമയത്ത് ഒരേ വേദിയിൽ അടുത്തടുത്തിരിപ്പുണ്ട്. ആ ഗ്രാമഫോണിലെ ഡയലോഗ് ഒന്ന് ഞങ്ങൾക്ക് കൂടെ കേൾക്കാനെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. കേൾക്കണം? അയ്യോ, അതൊന്നും ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. ആദ്യം പ്രചരാശം വേണം. അത് ഓർമ്മയില്ല, അതൊക്കെ അന്ന് പഠിച്ചിട്ട് ആ റിയാലിറ്റി ഷോ അറിയാവുന്നവരെ പറഞ്ഞത് ഞങ്ങൾക്ക് കാണാം. രണ്ടുപേരും ഉണ്ടാകും, ഒരു മഹാഭാഗ്യമാണിത്. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞത് അതിങ്ങനെ മറ്റേ മുറുക്കാനൊക്കെ ചോദിച്ചിട്ടായിരുന്നു. കല്ല് കൊത്താനുണ്ടോ, കല്ല് കൊത്താനുണ്ടോ, കാല് കൊത്താനുണ്ടോ, കാല്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും രണ്ടുപേരുടെ മുമ്പിൽ ചെയ്യാനുണ്ടായ ഭാഗ്യം. ഓക്കെ, നല്ല കേൾക്കി എടുക്കാം. താങ്ക് യു സാസി. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ, ഇത് വേറൊരു കാര്യമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ കുടുംബാംഗങ്ങളും നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്നവർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. അപ്പൊ നമുക്ക് കുറച്ച് രസകരമായ നിമിഷങ്ങൾ, ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധിക്കാൻ. സോറി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഈ വേദിയിലേക്ക് വിവേകാനന്ദന്റെ മറ്റൊരു നായി കൂടി വേദിയിലേക്ക് വരികയാണ്. മെറീനയാണ് ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ വരുന്നവരൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കും. ഇവൻ എന്നെ തല്ലാൻ വിളിക്കുകയാണോ? എല്ലാവർക്കും നമസ്കാരം. പേടി സത്യം പറഞ്ഞാൽ സാറിനെ കണ്ട് നമുക്ക് എപ്പോഴും പേടിയാട്ടോ എനിക്ക്. കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്റ്റഡ് കിഡ് ഞാനായിരുന്നു. സാറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം, എന്താ സാർ കൂടുതൽ നന്നായി പോയോന്നാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട്. പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രശസ്തി ഇല്ലാന്ന്. ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ്. ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ ആഗ്രഹിച്ച, സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്തെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷേട്ടനുണ്ട്, ജോസേട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഹിമ, നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പരിചയമില്ല. താങ്ക് യു സോ മച്ച്. ചാക്കോച്ചൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, സബക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷൈൻ ടോം ചാക്കോ, ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടല്ലേ ഷൈനെ? എങ്ങനെയൊക്കെ ശല്യം ചെയ്തെന്നൊന്ന് പറഞ്ഞ വലിയ ഇത് ഞാൻ അങ്ങോട്ട് എങ്ങനെയെന്ന് വ്യക്തമാക്കണം, അല്ലേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ടു പോകും. ഞാൻ പരാതിപ്പെടാനൊന്നും പോകുന്നില്ല. ഉറപ്പാണോ? എല്ലാരും കേട്ടല്ലോ അല്ലേ? ഒന്നുമില്ല, സാറിന്റെ നമുക്ക് സ്ഥിരം ചെയ്ത് കേട്ടിട്ട് അറിയാലോ സാർ എപ്പോഴാണ് ചൂടാവാന്നുള്ളത്. അപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ്. അറിയാലോ, എന്താ അവരെ നോക്കി പറയണേ? ചാക്കോച്ചന് അനുഭവം ഉണ്ടേ. ചാക്കോച്ചനോട് കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയിലുള്ളതെന്നുള്ളത് കാരണം കമൽ സാറിന് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ചാക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ട പോലെ. സബിനതുകൊണ്ട് തൊപ്പി വെച്ച് വന്നു. ഇനി എങ്ങാനും കടിച്ചു പറിച്ചാലോ? സാറ് കൈ ഇങ്ങനെ പുറകിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഓടിക്കളയും, ആ പ്രദേശത്തുണ്ടാവില്ല. ശരിക്കും അനുഭവമുള്ള ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ നിന്നാണ്, പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാതിരിക്കും. അപ്പൊ ഞാൻ പറയാം എന്റെ അടുത്തേക്ക് ചെയ്യണം, നിങ്ങൾ കുറച്ച് മാറിക്കോ. സാറ് നോക്കുമ്പോ ഞാൻ കൂടി ഒന്ന് സംസാരിക്കുന്ന പോലെ ക്ലാസ്സിൽ. അപ്പൊ ഇവര് മൂന്നുപേരും ഞാൻ മാറ്റി നിർത്തി. കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്നുപേരും എടുക്കും. ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീത്തയൊന്നും കേൾക്കാതെ രക്ഷപ്പെടണ്ടേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കും സാറിന്, പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. പറഞ്ഞു കൊടുക്കാറില്ല. അല്ല, എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ടുവച്ചിട്ട് ചീത്ത കേൾക്കാന്ന് പറഞ്ഞ മോശമല്ലേ? എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണുമ്പോൾ അറിയാം ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു. ചീത്ത പറഞ്ഞതാണോ സ്നേഹം? അതല്ല, ഈ ഒരു സഹകരണം ഉണ്ടല്ലോ. വെറുതെ പറഞ്ഞ കേട്ടാ.
അതോടുകൂടി പഠിച്ചു അതെ ഇല്ലേ? എനിക്കിതൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലെജൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലേ, നമ്മളിപ്പം പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ലതല്ലേ. പിന്നെ ചെറുപ്പത്തിലേ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ വേദികളിലും പാടിക്കൊണ്ട് വന്നൊരു പാട്ടാണ് വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമഴക്കായലിൻ വീണേ കുഞ്ഞിളം കയ്യിൽ നിന്നെ കുരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അത്തക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ. അപ്പൊ അന്ന് മുതലേ ഞാൻ സാറിനൊരു ഫാനാണ്. ഇന്നിപ്പോൾ ആ സാറിന്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആയിഷു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ആയിഷുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് അറിയിക്കുന്നതാണ്. താങ്ക് യു. ഉറപ്പായിട്ടും എല്ലാവരും കൂടെ കണ്ട സപ്പോർട്ടായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഈ സിനിമയിലെത്താൻ വേണ്ടി സിനിമകൾ കണ്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ ആവേശം ജനിപ്പിച്ച ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അതിലൊരാളായിരുന്നു കമൽ സാറും. അപ്പോൾ നമ്മൾ ഈ അഭിനയം തുടങ്ങിയപ്പോൾ സാറിൻ്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. സാർ മാത്രമല്ല, സിബി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, എനിക്ക് സത്യന്തിക്കാട് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ജോർജ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം. ബാക്കിയുള്ളവർ മോശക്കാരാണല്ലോ, പക്ഷേ എൻ്റെ ഒരു സ്വപ്നം, ഒരാഗ്രഹം. കാരണം ഇപ്പം സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, സാർ ഞാൻ കമൽ സാറിനെ താണ്ടി, അതായത് സുയസ് കനാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു. ഇനിയുണ്ട് കനാലുകളും കടലുകളും ഒക്കെ, അതൊക്കെ എനിക്ക് താണ്ടണം. അപ്പോൾ സാർ താങ്ക് യു എന്നെ ഈ പടത്തിന് വിളിച്ചത്. പ്രത്യേകിച്ച് 100ാമത്തെ പടം ചെയ്യുന്ന ഷൈൻ്റെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. സാറിന് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു. എന്നെ ഈ കഥാപാത്രം വിളിച്ചതിന് നന്ദി. എല്ലാവരും ഈ സിനിമ കാണണം. സന്തോഷം. താങ്ക് യു സർ. ഇനി നമ്മുടെ വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രത്തിന്റെ സെക്കൻഡ് സോങ്ങിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സോങ് നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ ഏറ്റവും യോഗ്യരായത് ആരുമല്ല, കമൽ സാറിന്റെ തന്നെ ശിഷ്യഗണത്തിലെ പ്രിയപ്പെട്ടവരായ 3 പേരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അത് 3 പേരും മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകരാണ്. നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചവരാണ്. ഞാൻ ആദരപൂർവ്വം ആ 3 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമൽ സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ലാൽ ജോസ്, അക്കു അക്ബർ, എബി ജോസ്, 3 പേരെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട 3 പേരാണ്. നല്ല കൈയടി കൊടുത്തുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകരാണ് 3 പേരും. 3 പേരെയും ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് 3 പേരും ശിഷ്യന്മാരായോണ്ട് ആര് പറയണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. സീനിയർ ലാൽ ജോസ് സാറാണ് സീനിയർ എന്ന് പറയുന്നത്. ഇതൊരു കുടുംബ ഫംഗ്ഷനാണ്. അപ്പോൾ ഔപചാരികമായിട്ടുള്ള വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല. വലിയ സന്തോഷം. എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലാൽ ജോസ് സാർ എനിക്കൊന്ന് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടെന്ന് സാറിന്റെ ലൊക്കേഷൻ. അതെ അതെ. അപ്പം കമൽ സാറിന് ഏറ്റവും എന്താ പറയണ്ടത്, കമൽ സാറിനാണോ ഭാഗ്യം നമുക്കാണോ ഭാഗ്യം എന്നറിയില്ല. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും സംവിധായകരായി, നടന്മാരായി. ഈ മലയാള സിനിമയിൽ ഏറ്റവും ഭാഗ്യമുള്ള ഡയറക്ടർ കമൽ സാറാണ്. കാരണം വലിയ താരങ്ങൾ ഡേറ്റ് കൊടുക്കാനൊക്കെ ഇത്തിരി ഡിലേ ആയാൽ എൻ്റെ പടത്തിലൊന്ന് അഭിനയിക്കണമെന്ന് പറയാൻ കുറേ നായകന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം ഹീറോസ് ഡയറക്ടർ. അപ്പം വലിയ സന്തോഷം. സാറിൻ്റെ പുതിയ സിനിമയുടെ
പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചതിന്. ജോസേട്ടനും മക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ്. ഏറ്റവും സലീംക്ക് ഉണ്ട് ഇവിടെ. സൂര്യേട്ടൻ വന്നുണ്ട് ഇല്ല, സൂര്യേട്ടനും സലീം പടിയത്തും ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ്. ഞങ്ങൾ 4 പേരും, ദിലീപും ഞാനും അക്കും ചേട്ടൻ ദിലീപ്, ഞങ്ങൾ 4 പേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ്. ഞങ്ങൾ പോയതിനു ശേഷം വന്ന ആൾക്കാർ അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു. കമൽ സാറിൻ്റെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോൾ കമൽ സാറിന് എല്ലാ തവണയും പനി വരും. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം പനി വരും. അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പനി വരും, കൈയും കാലും മറക്കും. എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഇപ്പം എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, ഓ അപ്പോൾ നിങ്ങൾ ഡ്യൂപ്പാണല്ലേ എന്ന് ചോദിക്കും. എനിക്ക് കമൽ സാറിൻ്റെ ഒരുപാട് മാനറിസംസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല, കാരണം 9 വർഷങ്ങൾ കമൽ സാറിൻ്റെ കൂടെ ആയിരുന്നു. 9 വർഷങ്ങൾ. അപ്പോൾ അപ്പൻ്റെ ചായ മക്കൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എൻ്റെ സിനിമയിലെ അപ്പനാണ്. എൻ്റെ അപ്പൻ എന്നെ 21 വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. 21 വയസ്സിന് ശേഷം കമൽ സാറാണ്. അപ്പോൾ എൻ്റെ അപ്പൻ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കമൽ സാറിൻ്റെ ചായയും മാനറിസംസും ഒക്കെ ഉണ്ട്. കമൽ സാറിൻ്റെ ആ സിനിമയോടുള്ള കമൽ സാറിൻ്റെ അപ്രോച്ചാണ് ഞങ്ങളെ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത്. ഈ സിനിമ ഷൈൻ്റെ 100ാമത്തെ സിനിമയാണ്. അത് ഞാൻ ഞെട്ടിപ്പോയി. കമൽ സാറ് പറഞ്ഞു 100 സിനിമയിൽ അഭിനയിച്ചു എന്ന് കേട്ടപ്പോൾ. അതങ്ങനെയാണ്, നടന്മാർക്ക് ആ ഭാഗ്യമുണ്ട്. ഞാൻ എൻ്റെ സിനിമയിൽ ശിവജി ഗുരുവായൂർ അഭിനയിച്ചു. അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ, അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് 2 3 സിനിമ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ശിവജി പറഞ്ഞു, ഗുരുവായൂർ ഒരു പരിപാടി ഉണ്ട്, ലാൽജോസ് വരണം. അപ്പൊ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ ശിവജിയുടെ 100ാമത്തെ സിനിമയാണ്. അപ്പം ഷൈന് ആ ഭാഗ്യം ഉണ്ടായി. കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ, നായകനായിട്ട് അഭിനയിക്കാൻ എന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ്. അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുക, പിന്നീട് അത് ദിലീപിന് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ സിനിമ വലിയ വിജയമാവട്ടെ, നല്ല സിനിമയാവും, വലിയ വിജയമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. കമൽ സാറും കുട്ടികളും ഇവിടെ എല്ലാം ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദിലീപും ലാൽജോസും ഉമാലോഴിയും ഒന്നിച്ച് മലർന്ന് കിടന്ന് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ 3 പേരും അവരാഗ്രഹിച്ച സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. അത് കമൽ സാറിൻ്റെ ഈ സ്കൂളിൽ ചെന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൽ സാർ നേരത്തെ പറഞ്ഞിരുന്നു, കമൽ സാർ ചെല്ലുന്ന ലൊക്കേഷനിൽ ഇവിടെ മഴ പെയ്യുന്നു. സത്യത്തിൽ ആ മഴ പെയ്ക്കുന്നത് ഞങ്ങളൊക്കെ ആയിരുന്നു. കാരണം രാവിലെ മുതൽ മഴ പെയ്ക്കലാണ് ഞങ്ങളുടെ മെയിനായിട്ട് ജോലി. ഒരുപാട് സന്തോഷമുണ്ട്. അതിനെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ പടം ചെയ്യുമ്പോൾ നമുക്ക് കമൽ സാറിന് പകർന്നു കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കമൽ സാറിൻ്റെ ഷൈനിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നന്ദി ആണ്ടവൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ. എന്തായാലും ഷൈൻ്റെ 100ാമത്തെ സിനിമയാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒപ്പം വിവേകാനന്ദൻ എന്ന ഈ സിനിമ ഉണ്ടാവാൻ കാരണക്കാരായ നിർമ്മാതാക്കൾക്കും ഇതിലെ അഭിനയിച്ച എല്ലാ മറ്റു നടന്മാർക്കും ടെക്നീഷ്യൻ റൂംസിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജോസേട്ടൻ, ഞാനും ജോസേട്ടൻ ചേർന്നിട്ടാണ് മഴത്തുള്ളിക്കലിക്കം സാധാരണ സമയം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവാനും, ഇപ്പോൾ ഞാനൊരു 10 സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും കമൽ സാറിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു മുട്ടുവർക്കലാണ്. കാരണം കമൽ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ആയൊരു ബഹുമാനവും ഒരു വാത്സല്യം ഉണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും വിളിച്ച് അക്കു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്ക് മരണപ്പെട്ടു പോയ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ കമൽ സാറിനെ കാണുന്നത്. ഒരു ഇഷ്ടം കമൽ സാറിനോടുണ്ട്. ഏതായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഇത്രയും ആളുകൾ എൻ്റെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സീനിയേഴ്സ് 2 പേരും നല്ലപോലെ സംസാരിച്ചു. എനിക്ക് സിനിമയുടെ പേര് പോലെ തന്നെ അത്
വൈറലാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. ഇനി നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ്. 3 പേരും ചേർന്നാണ് വീഡിയോ നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്. ഹാപ്പി ന്യൂ ഇയർ. കമൽ സാറിനെ വിളിച്ചപ്പോൾ തന്നെ വിവേകൻ വയറിലാന്നുള്ള ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വിളിച്ചപ്പോൾ തന്നെ സാറ് ഫസ്റ്റ് പറഞ്ഞ് ഷൈൻ്റെ 100ാമത്തെ പടം ഉണ്ടാകും. ഞാനിപ്പോൾ ഒന്നോന്ന് പറയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഷൈനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ച്, ആ അസിസ്റ്റൻ്റ് ഡയറക്ടറിന് ഇവിടെ കിലോമീറ്ററിനാണ് പൈസ എന്ന്. അതേപോലെ ഓടി ഇടുന്ന വർക്ക് ചെയ്യണം. ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ. ആ ഓട്ടം ഓടി ഇപ്പോൾ 100ാമത്തെ പടം വരെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി 100ന് മേലെ ഓടിക്കൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ കമൽ സാറിനോട് ഞാനും ഷൈനും അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ. ആഷിഖ് ഭായി അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും അസിസ്റ്റൻ്റ് ഡയറക്ടർ നിന്ന് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ. വാപ്പയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കമൽ സാറ് നമ്മളെ കുടുംബത്തിൽ നിന്നുള്ള എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ്. പണ്ട് ഫിലിമിൽ വരുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, കൊടുങ്ങല്ലൂർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടിപ്പോകും. കാരണം ചാൻസ് ചോദിക്കാൻ വേണ്ടിയല്ല, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോ പടത്തിൽ ഓരോരുത്തർ എടുക്കുള്ളൂ. അന്ന് എന്നെ വേണ്ടി 2 മാസം മൂത്താണ് എൻ്റെ ഒരു വേറെ ബ്രദർ ഉണ്ടായിരുന്നു, ഷംജീർ എന്ന് പറഞ്ഞിട്ട്. ഷംജുവിന് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടില്ല. ഞാൻ നേരെ ഫാസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. എന്തായാലും നമ്മുടെ ആ ട്രയൽ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. എനിക്ക് തോന്നുന്നു സൗകര്യക്ക ഒറ്റയ്ക്ക് ആ ട്രയൽ ലോഞ്ച് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളെ കൂടെ വിളിക്കേണ്ടി വരുമായിരിക്കും. ആ ഓട്ടക്കാരനെ വിളിച്ചാലോ നമുക്ക്? ഓടിയോ? ആ, 2 പേരും ചേർന്ന് നമ്മുടെ സ്വന്തം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച്